ഈ സമയമാറ്റം എന്ന് പറയുന്നത് ഒരു വലിയ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസ സംവിധാനത്തെ ബാധിക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ ഒരാവശ്യമില്ല, സർക്കാർ ഇതിൻ്റെ ആവശ്യമില്ല. ഈ മദ്രസ സമയത്തിൽ ഇടപെടാതെ തന്നെ സ്കൂൾ സമയം അത് ക്രമീകരിക്കാവുന്നതും എല്ലാ വിഷയങ്ങളും അത് നേരിട്ട് നടത്താനും യാതൊരു പ്രയാസവുമില്ല. അതിൽ യാതൊരു സംശയമില്ല, കൂടി ആലോചിക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് നമ്മുടെ മദ്രസ സമയം വളരെ കറക്റ്റാണ്. അത് വളരെ അതിലൊന്നും കുറക്കാൻ നമുക്ക് സാധ്യമല്ലാത്ത രീതിയിലാണ് നമുക്ക് നിർബന്ധമായ വിദ്യാഭ്യാസം, മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഫിക്സഡ് കറക്റ്റ് ടൈമാണ്. അതിൽ നിന്ന് ഒന്നും കുറക്കാൻ നമ്മൾക്ക് കഴിയൂല. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സർക്കാരിനോട് പറയാനുള്ളത്, ഈ കാര്യത്തിൽ നിങ്ങൾ ശരിക്കും പുനരാലോചിച്ച് ഈ കാര്യത്തിൽ ഒരു ഉത്തമമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് അത് കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അതുമായി മുന്നോട്ട് പോവുക. മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗത്തിൽ വെച്ച് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. അതിനുള്ള ഏതാനും ഡേറ്റുകൾ ഇപ്പോൾ തന്നെ കണ്ട് വെച്ചിട്ടുണ്ട്. അതിവിടെ വായിക്കുകയാണ്. 2025 ആഗസ്റ്റ് 5-ാം തീയതി കലക്ട്രേറ്റ് ധർണ. 2025 സെപ്റ്റംബർ 30-ാം തീയതി സെക്രട്ടേറിയറ്റ് മാർച്ച്. 2025 ജൂലൈ 20-ന് മുമ്പ് ജില്ലാ കൺവെൻഷൻ ചേരും. 2025 ജൂലൈ 25-ന് മുമ്പ് റേഞ്ച് തലങ്ങളിൽ കൺവെൻഷൻ ചേരും. 2025 സെപ്റ്റംബർ 30-ന് മുമ്പ് മദ്രസ തലങ്ങളിൽ കൺവെൻഷനുകൾ ചേരും. ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ പ്രതിഷേധം, ശക്തമായ നമ്മുടെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തുകയാണ്. സർക്കാർ പുനരാലോചിച്ച് ഇതിനൊക്കെ ശരിയായ പരിഹാരം ഉണ്ടാക്കിത്തരുമെന്ന് വിശ്വസിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം അത് സമാധാനത്തിൻ്റെ വഴിയാണ്.